ഹായ് ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റിയും അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള അമൃതം പൊടി വെച്ചിട്ടുള്ളൊരു കലത്തപ്പത്തിൻ്റെ റെസിപ്പി കേട്ടോ. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം, കൂടുതൽ ടൈമൊന്നും എടുക്കില്ല. അതുപോലെ ഈ മാവ് വെച്ചിട്ട് തന്നെ ഞാൻ മക്കൾക്കായിട്ട് ഒരു ദോശ ചുട്ടിട്ട് ജാമൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് 2 ബൗള് അമൃതം പൊടി വേണം. അതുപോലെ ഒരു 3/4 ബൗള് മൈദപ്പൊടിയും ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. ഇവിടെ ഒരു 3/4 ബൗള് മൈദ എടുക്കുന്നുണ്ട്. ഈ മൈദ നമുക്കൊന്ന് തരിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് ആ തരിച്ചെടുത്ത മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5-6 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു പിഞ്ച് സോഡപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അമൃതം പൊടിയിൽ അത്യാവശ്യം മധുരം ഉണ്ടാവും, പക്ഷെ നമ്മൾ അപ്പമൊക്കെ ചുടുമ്പോൾ നല്ല മധുരം വേണ്ട. അതിനായിട്ട് നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര പാനി ഒഴിച്ചാലും മതിയിട്ടൊന്ന് എക്സ്ട്രാ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട. ആ പാനിയിൽ നമുക്കിത് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കണം. അതുവരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് തേങ്ങാക്കൊത്ത് തയ്യാറാക്കാനായിട്ട് ഒരു തേങ്ങാമുറി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഈ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ എന്ന ചൂടായിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കാം തേങ്ങാക്കൊത്ത്. ഇനി മാവിൽ നിന്നും ഒരു ദോശക്കുള്ള മാവ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഈ മാവിലേക്ക് നമുക്ക് വറുത്ത് വെച്ച തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തേങ്ങാക്കൊത്ത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ദോശ ചുട്ടെടുക്കുമ്പോൾ അതിലേക്ക് ഒന്ന് കടിക്കാനായിട്ട് ചേർക്കാനാണ്. നമുക്കിതിൽ കലത്തപ്പം ചുട്ടെടുക്കാം. കലത്തപ്പം ചൂടാനായിട്ട് ഒരു ചട്ടി, കട്ടിയുള്ളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാ. ഈ എണ്ണ ചൂടായിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കലത്തപ്പത്തിനുള്ള മാവാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഒഴിച്ചതിന് ശേഷം അടച്ച് വെച്ച് വേണം വേവിച്ചെടുക്കാൻ, ചെറു തീയിൽ. ഓവറായിട്ട് തീ ഉണ്ടായാൽ നമുക്ക് ഉള്ളു വെന്ത് കിട്ടില്ല, അടി കരിഞ്ഞും പോകും. അതുകൊണ്ട് നല്ല ശ്രദ്ധിച്ച് തീ കുറച്ച് വേണം ചെയ്തെടുക്കാൻ. ഇനി ഇതുപോലെ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് വെള്ള എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളെ കയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് ഉള്ളത് ചെയ്യാൻ അത് ചേർത്താലും മതിട്ട്. ഞാനിവിടെ വെള്ള എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തീയിൽ ഇതുപോലെ മൂടി വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് ഇതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് അപ്പുറവും ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ടിട്ട് ആ സൈഡ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇത് നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ആ ബാക്കി വെച്ച മാവിൽ ദോശ ചുട്ടെടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെയ്യൊന്ന് ചട്ടിയിൽ ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ദോശയൊന്ന് ചുട്ടെടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ജാം സ്പ്രെഡ് ചെയ്ത് നമുക്ക് ആ തേങ്ങാക്കൊത്ത് കൂടി ചേർത്തൊന്ന് മടക്കി വെച്ച് ചുട്ടെടുക്കാം. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ജാം ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ജാം സ്പ്രെഡ് ചെയ്തിട്ടുള്ള ദോശ നമുക്കിത് മക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. നമുക്ക് അവർക്ക് സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തു വിടാം കേട്ടോ. ഞാനിവിടെ തേങ്ങാക്കൊത്ത് ചേർത്തതിന് പകരം പച്ച തേങ്ങ ചിരവിയത് അതുപോലെ ചേർത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ ചില മക്കൾക്കൊന്നും തേങ്ങ അതുപോലെ കടിക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ അതുപോലെ ചേർത്താലും മതി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് നമ്മൾ നേരത്തെ ചുട്ടെടുത്ത കലത്തപ്പാട്ടോ, നല്ല നാരെടുത്ത് വന്നിട്ടുണ്ട്. അതുപോലെ നല്ല സോഫ്റ്റും, കാരണം ഇതുപോലെ അമൃതം പൊടിയുടെ ഫ്ലേവർ ഒരു പ്രത്യേകം ടേസ്റ്റ് അല്ല, അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റും ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റ് ചെയ്യണേ.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.